ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പതിവിലും വിപരീതമായിട്ട് നമ്മൾ കൃഷിത്തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ശരി ഉപ്പിമ്മയും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു അടുക്കളത്തോട്ടമാണ്. അപ്പോൾ അവിടെയുള്ള വെള്ളരി പൊടിച്ചിട്ട് നമുക്കിന്ന് കറി വെക്കാമെന്ന് പറഞ്ഞു. കറിയൊക്കെ സാധാരണ നമ്മൾ വെക്കുന്ന രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. പക്ഷേ നമ്മളൊരു സന്തോഷമില്ലാതെ നിങ്ങളെ കൂടെ കാണിച്ചൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ പയറും അതുപോലെ ഈ വെള്ളരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യമായിട്ട് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ ഇത്തവണ അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, മാഷാ അല്ലാ. വെള്ളരിയൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ കൊട്ടൊക്കെ എടുത്ത് ഞാനിങ്ങനെ ആർഭാടായിട്ടൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, ഒരു ഇരട്ടകളായിട്ടുള്ള ഒരു വെള്ളരി ആയിരുന്നു. നമുക്കൊക്കെ കൗതുകമുള്ള കാര്യമില്ല, ഞാൻ ഇത്ര സൂം ചെയ്താലും ഇത്ര ക്യാമറയിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളരി നിൽക്കുന്നുണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ. അപ്പോൾ കറി നമ്മൾ സാധാ മോഡൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ കൊട്ടയിലൊക്കെ ആയിട്ട് വലിയ എന്താ പറയുക, കൃഷിത്തോട്ടത്തിൽ നിന്ന് കയറി വരുന്ന ഒരു ആർഭാട ഫീലൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ കയറി വന്നിരുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് ഈ വെള്ളരിയുടെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നത്. അത് എന്താണ്, കൂടുതലൊന്നും വെള്ളം വേണ്ട, ഇത്തിരി ആ വെള്ളരി വേവിക്കാനുള്ള ഇത്തിരി വെള്ളം മതി. കാരണം വെള്ളരിയിൽ തന്നെ വെള്ളം വരുന്നുണ്ടാവും, അപ്പോൾ പിന്നെ അധികമൊന്നും വേണ്ട. അങ്ങനെ അത് വെച്ച് വേവിച്ചിട്ട് ഒന്ന് നല്ല തിളച്ച് വന്നാൽ അതിലേക്ക് ഈ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ അരച്ചത് ഒഴിച്ച് നന്നായിട്ട് തിള വരരുത്, ചെറിയൊരു തിള വരുമ്പോഴേക്കും നമ്മൾ കറി വറവിട്ട് വെക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കറി വറവിടുന്നത് കടുകും അതുപോലെ വേപ്പിനെല്ലാം ഉപയോഗിച്ചിട്ടാണ്. ഉണക്കമുളക് ആണെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക, ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അതും കൂടെ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളരിയുടെ റെസിപ്പി തന്നെയാണ്. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്